വെൽക്കം. ഞാൻ കൃഷ് ലിജേഷ്. 13 വർഷമായിട്ട് മാർക്കറ്റ് ലേണറാണ്. എൻ്റെതായിട്ടുള്ള ഒരു ഓൺ സിലബസ് ഞാൻ ലേണിംഗ് സെഗ്മെന്റിലായാലും ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഈ വീഡിയോ ഒരു പ്രീമിയം വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഒറ്റ വീഡിയോയിൽ ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഒറ്റ വീഡിയോയിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പോവാണ്. ഓക്കെ, ഡിസ്ക്ലൈമർ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളിലൂടെയാണ് നമ്മൾ ത്രൂ ഔട്ട് ടൈപ്സ് ഓഫ് മാർക്കറ്റ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ എക്സാമ്പിൾ, നമ്മളൊരു പെയിന്റ് എടുക്കാം. ഓക്കെ, ഒരു പെയിന്റ് വിൽക്കുന്ന ഷോപ്പ്, അവർക്ക് ABC എന്ന് പറയുന്ന ഒരു പെയിന്റ് കമ്പനി 100 രൂപയ്ക്ക് പെയിന്റ് വിൽക്കുന്നുണ്ട്. ഓക്കെ, ഇവര് 150 രൂപയ്ക്ക് അവരുടെ ക്ലയൻസിന് എന്ത് ചെയ്യുന്നു? ആ പെയിന്റ് കൊടുക്കുന്നു. ഈ ഷോപ്പ് ABC എന്ന് പറയുന്ന കമ്പനിയുടെ കയ്യിൽ നിന്നും പെയിന്റ് വാങ്ങിക്കുന്ന വില 100 രൂപ, കസ്റ്റമേഴ്സിന് വിൽക്കുന്ന വില 150 രൂപ. നമുക്കറിയാം പ്രോഫിറ്റ് ഈക്വൽ ടു സെൽ പ്രൈസ് മൈനസ് ബൈ പ്രൈസ്. 150 മൈനസ് 100, 50 രൂപ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോ ഇവിടെ കച്ചവടം നടന്നത് ഒരു പ്രൊഡക്റ്റിന്റെ വിലയുടെ മുകളിലാണ്. അതുകൊണ്ട് ഈ ഒരു കച്ചവടത്തിന് നമുക്ക് കമ്മോഡിറ്റി ട്രേഡിംഗ് വിളിക്കാം. ഓക്കെ, അപ്പോ ഇവിടെ ഒരു പെയിന്റിന്റെ മൂല്യത്തിൽ, അതായത് ഒരു പ്രൊഡക്റ്റിന്റെ വിലയുടെ മുകളിലാണ് ട്രേഡ് നടന്നത്. ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ ട്രേഡ് നടന്നുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്നു കമ്മോഡിറ്റി ട്രേഡിംഗ്. റൈറ്റ്? ഓക്കെ, അപ്പൊ ഈ ABC എന്ന് പറയുന്ന പെയിന്റ് കമ്പനി, ഈ കമ്പനിക്ക് ഒരു വിലയുണ്ട്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളിലൂടെ നമുക്ക് റിവ്യൂ ചെയ്യാം. 1 ജനുവരി 2020 ഈ പെയിന്റ് കമ്പനിയുടെ മൂല്യം 1750 രൂപയാണ്. ഓക്കെ, അതേ വർഷം ഡിസംബർ 31 ആയപ്പോ ഈ കമ്പനിയുടെ മൂല്യം 2775 രൂപയായി. അതായത് 1025 രൂപയുടെ ചേഞ്ച്. അപ്പൊ ഞാൻ ഈ കമ്പനിയുടെ മൂല്യം ആ ജനുവരി 1-ാം തീയതി ഞാൻ 1750 രൂപയ്ക്ക് വാങ്ങിയിരുന്നു എങ്കിൽ എനിക്കത് 31-ാം തീയതി 2775 രൂപയ്ക്ക് വിൽക്കാം. അപ്പൊ എനിക്ക് പ്രോഫിറ്റ് എത്രയാ? നമുക്ക് പറഞ്ഞു സെൽ പ്രൈസ് മൈനസ് ബൈ പ്രൈസ് 1025 രൂപ എനിക്ക് പ്രോഫിറ്റ് കിട്ടും. അതായത് 58.57% ഒരു വർഷം. ഓക്കെ, അതായത് 58.57% ഒരു വർഷം, 4.88 ഒരു മാസം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കച്ചവടം നടന്നത് എന്തിന്റെ മൂല്യത്തിലാണ്? എന്തിന്റെ വിലയുടെ മുകളിലാണ്? പെയിന്റ് കമ്പനിയുടെ വിലയുടെ മുകളിലാണ്. അപ്പൊ പെയിന്റിന്റെ മുകളിൽ നടന്നാൽ കമ്മോഡിറ്റി ട്രേഡിംഗ്, പെയിന്റ് കമ്പനിയുടെ മൂല്യത്തിന്റെ മുകളിൽ ട്രേഡ് നടന്നാൽ അത് ഷെയർ ട്രേഡിംഗ്, ഇക്വിറ്റി ട്രേഡിംഗ്, ക്യാഷ് ട്രേഡിംഗ്, ലൈക്ക് അങ്ങനെയൊക്കെ നമ്മൾ ഇതിനെ എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒരുപാട് പെയിന്റ് കമ്പനികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് കമ്പനികൾ ഉണ്ടാവും. ഈ കമ്പനികളൊക്കെ വളരുന്ന സമയത്ത് നമ്മുടെ രാജ്യം വളരും, അല്ലെ? നമ്മുടെ രാജ്യം വളരും. രാജ്യം വളരുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എങ്ങനെ അറിയാം? രാജ്യത്തിന്റെ മൂല്യം എന്താ? കറൻസി. അപ്പൊ ഒരു കറൻസി വളരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ അറിയാം? മറ്റൊരു രാജ്യത്തിന്റെ കറൻസിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഒരു രാജ്യത്തിന്റെ കറൻസി മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ മൂല്യത്തെ മറ്റൊരു രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യവുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം ഒരു എക്സാമ്പിളിലൂടെ തന്നെ. 1 ജനുവരി 2020 നമ്മളുടെ മൂല്യം 71 രൂപ 70 പൈസയാണ്. 31 ഡിസംബർ 2020 ആയപ്പോൾ അതിന്റെ വില എത്ര രൂപയായി? 73 രൂപയായി. സോ ഞാന് ഈ ന്യൂ ഇയറിന്റെ അന്ന്, 2020 ന്യൂ ഇയറിന്റെ അന്ന് ഞാൻ 71 രൂപ 70 പൈസ കൊടുത്തിട്ട് ഞാൻ $1 വാങ്ങിയിരുന്നുവെങ്കിൽ അത് 73 രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കുമായിരുന്നു. 1 രൂപ 30 പൈസ പ്രോഫിറ്റ്. അതായത് ആനുവൽ റിട്ടേൺ 1.83%, മന്ത്ലി റിട്ടേൺ 0.5%. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യാണ്, അല്ലെ? അതായത് ഒരു രാജ്യത്തിന്റെ കറൻസിയെ മറ്റൊരു രാജ്യത്തിന്റെ കറൻസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യാണ്. അപ്പോ രൂപയെ നമ്മൾ ഡോളറുമായിട്ട് എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താ? ഒരെണ്ണത്തിന്റെ ഗെയിൻ, അതായത് റുപ്പിയിലെ ഗെയിൻ ഡോളറിലെ ലോസും, അതുപോലെ ഡോളറിലെ ഗെയിൻ റുപ്പിയിലെ ലോസുമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്തത് എന്തിന്റെ മൂല്യത്തിന്റെ മുകളിലാണ്? എന്തിന്റെ വിലയുടെ മുകളിലാണ്? ഒരു രാജ്യത്തിന്റെ വാല്യൂ, അതായത് ഒരു കറൻസിയുടെ മൂല്യത്തിന്റെ മുകളിലാണ് നമ്മൾ ഇവിടെ ട്രേഡ് നടന്നത്. അതുകൊണ്ട് ഈ ട്രേഡിങ്ങിനെ നമ്മൾ വിളിക്കുന്നു കറൻസി ട്രേഡിംഗ്. റൈറ്റ്? അപ്പൊ ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ നടന്നാൽ കമ്മോഡിറ്റി ട്രേഡിംഗ്, ആ പ്രൊഡക്റ്റ് വിൽക്കുന്ന കമ്പനിയുടെ മൂല്യത്തിന്റെ മുകളിൽ നടന്നാൽ ഷെയർ ട്രേഡിംഗ് ഓർ ഇക്വിറ്റി ട്രേഡിംഗ് ഓർ ക്യാഷ് ട്രേഡിംഗ്. ദെൻ രാജ്യത്തിന്റെ വിലയുടെ മുകളിൽ, രാജ്യത്തിന്റെ മൂല്യം നമ്മൾ കറൻസി ആയിട്ട് കാണുന്നു. സോ കറൻസിയുടെ വിലയിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിനെ കറൻസി ട്രേഡിംഗ് എന്ന് പറയുന്നു. നമുക്ക് കറൻസിയുടെ കുറച്ച് പേഴ്സ് നോക്കാം. ഇപ്പൊ ഡോളറിനെ രൂപയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ USD INR എന്ന് പറയാം.
അതേപോലെ തന്നെ നമ്മളുടെ GBP/INR കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് GBP/INR എന്ന് പറയാം, JPY കമ്പയർ ചെയ്യുമ്പോൾ JPY/INR എന്ന് പറയാം. സോ ഈ INR പെയേഴ്സ് ഒരു ഭാഗത്ത് വലതു ഭാഗത്ത് INR പെയേഴ്സ് ഉള്ള കറൻസികൾ മാത്രമേ നമ്മുടെ രാജ്യത്ത് ട്രേഡ് ചെയ്യാൻ അനുവാദമുള്ളൂ എന്നാണ്. സോ ഈ INR പെയർ ട്രേഡിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് കറൻസി ട്രേഡിംഗ്. നമുക്കൊരു കൺക്ലൂഷൻ കൂടി നോക്കാം. ABC എന്ന് പറയുന്ന ഒരു പെയിന്റിന്റെ വിലയുടെ മുകളിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിനെ ട്രേഡിംഗ് വാല്യൂ ഓഫ് എ പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റിന്റെ വിലയുടെ മുകളിൽ ട്രേഡ് ചെയ്യുന്നതിനെ നമ്മൾ കമ്മോഡിറ്റി ട്രേഡിംഗ് എന്ന് പറയുന്നു. വാല്യൂ ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ വിലയുടെ മുകളിൽ ട്രേഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? ഷെയർ ട്രേഡിംഗ് എന്ന് പറയുന്നു. വാല്യൂ ഓഫ് കറൻസി, ഒരു കറൻസിയുടെ വാല്യൂവിന്റെ മുകളിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? കറൻസി ട്രേഡിംഗ്. ഇതൊന്നും വെവ്വേറെ അല്ല, ഒരു വാല്യൂ വാങ്ങിക്കുക വിൽക്കുക, ഇത്രയേ ഉള്ളൂ ട്രേഡിംഗ്, റൈറ്റ്? അല്ലാതെ നമുക്ക് കമ്മോഡിറ്റി, കറൻസി, ഇക്വിറ്റി ഇതൊന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടെന്ന് ആവശ്യമില്ല. വാല്യൂസ് വാങ്ങിക്കുക വെക്കുക. പ്രൊഡക്റ്റിന്റെ വിലയുടെ മുകളിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ കമ്മോഡിറ്റി ട്രേഡിംഗ്, ഒരു കമ്പനിയുടെ വിലയുടെ മുകളിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അത് സ്റ്റോക്ക് ട്രേഡിംഗ്. നമ്മുടെ ഒരു രാജ്യത്തിന്റെ സ്ട്രെങ്ത്, കറൻസിയുടെ മുകളിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേര് കറൻസി ട്രേഡിംഗ്. നമ്മളിപ്പോൾ പറഞ്ഞത് INR കറൻസി പെയേഴ്സിനെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി രാജ്യങ്ങളുടെ കറൻസി പെയേഴ്സ് ലൈക്ക് GBP/USD, JPY/USD, GBP/JPY, അതായത് INR പെയർ അല്ലാതെ, ഇന്ത്യൻ റുപ്പി പെയർ അല്ലാതെ മറ്റു രാജ്യങ്ങളുടെ പെയേഴ്സ്, ഈ പെയേഴ്സിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോറക്സ് ട്രേഡിംഗ്, റൈറ്റ്? അതായത് INR പെയേഴ്സ് അല്ലാതെ മറ്റു രാജ്യങ്ങളുടെ GBP/USD, ലൈക്ക് കണ്ടോ, GBP/USD, JPY/USD, GBP/JPY ഇങ്ങനെയുള്ള കറൻസി പെയറുകളിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിനെ ഫോറക്സ് ട്രേഡിംഗ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് INR ഉള്ള പെയേഴ്സിനെ നമ്മൾ കറൻസി ട്രേഡിംഗ് എന്നും, കറൻസി അല്ലാതെ മറ്റു പെയേഴ്സ് ഉള്ളതിനെ നമുക്ക് ഫോറക്സ് ട്രേഡിംഗ് എന്നും വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് എല്ലാ രാജ്യത്തിനും കൂടിയിട്ട് ഒരൊറ്റ കറൻസി, അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൺസെപ്റ്റ് ആണ് ക്രിപ്റ്റോ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു കറൻസിയുടെ മൂല്യം അറിയണമെങ്കിൽ മറ്റൊരു കറൻസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. അപ്പോൾ ഈ ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു കറൻസിയുടെ മൂല്യം അറിയണമെങ്കിൽ ആ ക്രിപ്റ്റോനെ നമ്മൾ ഒരു ഡോളറായിട്ടോ റുപ്പി ആയിട്ടോ ഏതെങ്കിലും ആയിട്ട് കമ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിന്റെ മൂല്യം നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. സോ ലോകരാജ്യങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒറ്റ കറൻസി, ആ ഒരു കൺസെപ്റ്റ് ആണ് ക്രിപ്റ്റോ. ആ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ മുകളിൽ ട്രേഡ് ചെയ്യുന്ന കൺസെപ്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രിപ്റ്റോ ട്രേഡിംഗ്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ അറിയാം. നമുക്ക് ബിറ്റ് കോയിൻ, എതേറിയം, ലൈറ്റ് കോയിൻ, റിപ്പിൾ, അങ്ങനെ ഒരുപാട് കോയിൻസ് ഇപ്പോ നമുക്ക് എന്തുണ്ട്? ട്രേഡിങ്ങിലുണ്ട്. ഇവിടെ അപ്പൊ നമുക്കറിയാം ഓരോ കോയിനും നമുക്ക് പല കറൻസിയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്തിട്ട് അവയുടെ മൂല്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡ് ചെയ്യാം. ലൈക്ക് BTC/USD, BTC യൂറോ, BTC JPY, അതുപോലെ തന്നെ ഈ കറൻസികളെ അങ്ങോട്ടും ഇങ്ങോട്ടും, ക്രിപ്റ്റോ കറൻസികളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പെയർ ചെയ്തിട്ടെല്ലാം നമുക്ക് ട്രേഡ് ചെയ്യാം. പെയർ ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടുള്ളൂ. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് സെല്ലിംഗ് ഓഫ് വാല്യൂസ്. ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂവിന്റെ മുകളിൽ നമ്മൾ ബൈയിങ് സെല്ലിംഗ് നടത്തുമ്പോൾ കമ്മോഡിറ്റി ട്രേഡിംഗ്. ഒരു കമ്പനിയുടെ വാല്യൂവിന്റെ മുകളിൽ നമ്മൾ ബൈയിങ് സെല്ലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് സ്റ്റോക്ക് ട്രേഡിംഗ്. ഒരു രാജ്യത്തിന്റെ സ്ട്രെങ്ത്, കറൻസിയുടെ വാല്യൂവിന്റെ മുകളിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കറൻസി ട്രേഡിംഗ്. INR പെയർ അല്ലാതെ ഉള്ള കറൻസികളിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേര് ഫോറക്സ് ട്രേഡിംഗ്. ആൻഡ് ഓൾസോ ലോകരാജ്യങ്ങൾക്ക് എല്ലാവർക്കുമായി ഒറ്റ കറൻസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ക്രിപ്റ്റോ, അതിന്റെ വാല്യൂവിന്റെ മുകളിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേര് ക്രിപ്റ്റോ ട്രേഡിംഗ്. സിംപ്ലി ട്രേഡിംഗ് ഈസ് ബൈയിങ് സെല്ലിംഗ് ഓഫ് വാല്യൂസ്. ഇതൊന്നും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. വാല്യൂ വാങ്ങിക്കുക വിൽക്കുക, സിംപ്ലി ഇത്രയേ ഉള്ളൂ ട്രേഡിംഗ്, റൈറ്റ്? നമ്മള് ഫോറക്സ് ട്രേഡിങ്ങും ക്രിപ്റ്റോ ട്രേഡിംഗും ഒന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമ്മൾ സ്റ്റോക്ക് ട്രേഡിംഗ് മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. നല്ല നല്ല കണ്ടന്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു സെഗ്മെന്റ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ്. കൃത്യമായ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ, അറിവ് കൃത്യമായ ഓർഡറിൽ സിമ്പിൾ ആയിട്ട് ഞാൻ തരാം. നല്ലൊരു സിലബസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എല്ലാ സെഗ്മെന്റിലും കൃത്യമായിട്ട്. നമുക്കറിയാം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ്. ലൈക്ക് പഠിക്കാനാണെങ്കിലും കൃത്യമായ കാര്യങ്ങൾ അറിയാനാണെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നല്ല 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 വീഡിയോസ് കൊണ്ടുവരാൻ പറ്റും. കൃത്യമായ ഓർഡറിൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിലബസ് ഓരോ സെഗ്മെന്റിലും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ഡേ, ഹാപ്പി ട്രേഡിംഗ്, താങ്ക് യു.